ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ മാഷോട്, മാഷേക്കാൾ വലിയ കവികൾ മാഷുടെ കാലത്ത് ഉള്ളതായിട്ട് മാഷ് സമ്മതിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഒരു മടിയില്ലാണ്ട് മാഷ് പറഞ്ഞു, എന്താ സംശയം, ഇടശ്ശേരിയും കുഞ്ഞിരാമൻ നായരും എന്നെക്കാളും വലിയ കവികളാണ്. എൻ്റെ കവിതയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ കലർപ്പുണ്ട്, അവരുടെ കവിതയിൽ അതില്ല എന്ന് പറഞ്ഞു. ഒരനുബന്ധം കൂടി പറഞ്ഞു, ഇടശ്ശേരിയുടെ കവിത കുഴിച്ചിട്ട ചേനയാണ്. വേനൽക്കാലത്ത് അത് ഉണങ്ങി കരിഞ്ഞൊക്കെ പോകും, പക്ഷെ കാണ്ഡം അടിയിൽ കിടക്കും, മഴ പെയ്യുമ്പോൾ വീണ്ടും കിളിർത്ത് വരും എന്ന്. അത്ര ആദരവായിരുന്നു. തത്തുല്യമായൊരു പ്രസ്താവന ഞാൻ കേട്ടിട്ടുള്ളത് ശിവാജി ഗണേശനിൽ നിന്നാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ശിവാജി ഗണേശനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങയേക്കാൾ വലിയ നടന്മാർ അങ്ങയുടെ കാലത്ത് ജീവിച്ചിരിപ്പുള്ളതായിട്ട് അങ്ങയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, രംഗറാവു, നാഗേശ്വർ റാവു, ബാലയ്യ, ഉങ്കളുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ, റീപ്ലേസ്മെൻറ്റേ കിടയാത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് വൈലോപ്പിള്ളി മാഷ് പറഞ്ഞത് ഓർത്തു, ഇങ്ങനെ ഇടശ്ശേരിയെക്കുറിച്ചും കുഞ്ഞിരാമൻ നായരെക്കുറിച്ചും പറഞ്ഞത് ഓർത്തു. ഇടശ്ശേരിയെ വലിയ ബഹുമാനമായിരുന്നു, ഇടശ്ശേരിയുടെ കവിതയും വലിയ ബഹുമാനമായിരുന്നു. കലർപ്പില്ലാത്ത ഇടശ്ശേരിയുടെ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വന്ന, ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആ ജീവിത ദർശനത്തോടും വലിയ ആദരവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, 2 വരി ഇടശ്ശേരിയുടെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് കുടിയൊഴിക്കലിൽ ഇല്ലാത്തത് എന്ന്. ആ വരികൾ ഇതാണ്. ഇടശ്ശേരിയുടെ കുടിയിറക്കൽ എന്നൊരു കവിതയുണ്ട്. അതിൽ കഴൽവെപ്പു താങ്ങേണ്ടും ഒരു പിടി മൺ പോലും കടമായിട്ടല്ലയോ കൈവരുന്നു. അതിലാണ് ഇടശ്ശേരി എഴുതിയത്, കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ, ഏത് രാജ്യക്കാർ നിങ്ങൾ, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, എവിടെവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടങ്ങളിൽ ചേർത്ത് വരയ്ക്കുകൊന്ന് ഇവരുടെ രാജ്യത്തിൻ്റെ അതിർവരകൾ എന്ന് പറയുന്ന ആ കവിത. അതിലെ 2 വരി എടുത്തിട്ട് മാഷ് പറഞ്ഞു, ഇതാണ് കുടിയൊഴിക്കലില്ലാത്തത് എന്ന്. കഴൽവെപ്പ് താങ്ങേണ്ടും ഒരു പിടി മൺ പോലും കടമായിട്ടല്ലയോ കൈവരുന്നു എന്ന്. അന്ന് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, ഒരിക്കലും സമ്പന്നരെ വിശ്വസിക്കരുത്. ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ വിൽ ബി എ ക്രൈം. പാവപ്പെട്ട തൊഴിലാളികളെ നമുക്ക് ഇഷ്ടപ്പെടില്ല, അവരുടെ സംസ്കാരത്തോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കും, വേർപ്പിൻ്റെ മണമുണ്ടാവും. അവർക്ക് കലയും സാഹിത്യവും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അൺകൂത്തായിരിക്കും, അൺറിഫൈൻഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് അവരെ മാത്രമേ വിശ്വസിക്കാവൂ, അവർ മാത്രമാണ് വിശ്വസ്തർ എന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അദ്ദേഹം. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു വളരെ കാലം. ജീവിതത്തിൻ്റെ ഗതി നോക്കണം. അനേകം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്തായ എം എ ബേബിയും എൻ്റെ സുഹൃത്തായ പി രാജീവും, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി, എന്നോട് ചോദിച്ചു, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി ബാലനിരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വൈലോപ്പിള്ളി മാഷ് ഇരുന്ന ആ കസേരയിൽ എനിക്കിരിക്കാൻ കഴിയില്ല, ഞാനില്ല എന്ന് പറഞ്ഞ് ഞാൻ പിൻവാങ്ങി. എന്തൊരു അത്ഭുതമാണ്. അപ്പോൾ പോംവഴി പക്ഷേ മറ്റൊരു വിധമായിരുന്നെങ്കിൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും, താനൊരു മധ്യവർഗ പ്രതിനിധിയാണെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും, പുഞ്ചിരിഹാ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും,
അദ്ദേഹം മനുഷ്യരിൽ വിശ്വസ്തരായി കണ്ടത് തൊഴിലാളികളെയാണ്. ആരാണ് വീറോട് പോരാടും ഈ രണ്ട് പോരാളിമാർകളെ പാടിപ്പുകഴ്ത്തുവാൻ എന്ന് വളരെ ആത്മാർത്ഥമായിട്ടാണ് രണ്ട് ദമ്പതിമാരെക്കുറിച്ച് ചോദിച്ചത്. മധ്യവർഗ ദമ്പതിമാരെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്കും ഉരുവെ സ്വപ്നം കണ്ട് പയ്യാരം പുലമ്പുന്നു എന്ന്. പക്ഷെ തൊഴിലാളി ദമ്പതിമാരെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിനില്ല. ഒരു ദിവസം ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ കല്യാണം കഴിച്ചു എന്നാരോ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മാഷേ, ഞാനൊരു കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ കുനിഞ്ഞ ശിരസോടെ നിൽക്കുകയാണ്. മിക്കവാറും എന്നെ പുറത്താക്കും, അല്ലെങ്കിൽ ശകാരിക്കും എന്നൊക്കെ. മാഷ് ചിരിച്ചോണ്ട്, ആ ചിരി പരിഹാസമായിരുന്നില്ല. മാഷ് ചിരിച്ചോണ്ട് പറഞ്ഞു, വിവാഹത്തിലൊന്നും ഒരു കാര്യമില്ല, സ്നേഹം ഉണ്ടായാൽ മാത്രം മതി, അതില്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് കുട്ടിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിജയലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു. മാഷിങ്ങനെ നോക്കി, ഇങ്ങനെ. വിജയലക്ഷ്മി പേടിച്ച് ഒതുങ്ങി നിന്നു. എന്നെ അകത്തേക്ക് വിളിച്ചു. 100 രൂപ തന്നു. ഒരു സാരി മേടിച്ചു കൊടുക്കണം കുട്ടിക്ക്, അങ്ങനെ ഒരു ചടങ്ങുണ്ട്, കള്ളു കുടിച്ച് കളയരുത്. അങ്ങനെ ഞാൻ ആ 100 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ തുകയാണ്. മാഷാണെങ്കിൽ അത്യാവശ്യം പിശുക്കനുമാണ്. ജ്ഞാനപീഠം തകഴിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഞാനാണ് അറിയിക്കുന്നത് തകഴിക്ക് ജ്ഞാനപീഠം കിട്ടി. എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ മേടിച്ചിട്ട് വർഷങ്ങളായി, ഇപ്പോഴെങ്കിലും അത് തരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാശിയോടെ ആ ആളാണ് 100 രൂപ തന്നു.